Next section 9.9 Independence of path. ഈ സെക്ഷനിൽ ഇനീഷ്യൽ പോയിന്റ് ക്യാപിറ്റൽ എയും ടെർമിനൽ പോയിന്റ് ക്യാപിറ്റൽ ബിയും ആയിട്ടുള്ള ഒരു പീസ് ബൈ സ്മൂത്ത് കർവ് സിയെ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ ഓർ സിംപ്ലി പാത്ത് എന്നാണ് റെഫർ ചെയ്യുന്നത്. വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെയും പാത്ത് സിയെ ഡിറ്റർമിൻ ചെയ്യുന്ന വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന ഇന്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാമെന്ന് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ കണ്ടിരുന്നു. വേർ ഡി ആർ ഈക്വൽ ടു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. വെക്റ്റർ ഫീൽഡ് എഫിന്റെ ഡൊമെയിൻ എക്സ് വൈ പ്ലെയിനിലെ ഏതെങ്കിലും ഒരു റീജിയൻ ആർ ആണെന്ന് വിചാരിക്കുക. ആ റീജിയനിലെ രണ്ട് ഡിഫറെന്റ് പോയിന്റ്സ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ചൂസ് ചെയ്യുന്നു. ദെൻ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ജോയിൻ ചെയ്യുന്ന റീജിയൻ ആറിൽ ഫുള്ളി ലൈ ചെയ്യുന്ന ഒരുപാട് പീസ് വൈസ് സ്മൂത്ത് കർവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇതാണ് റീജിയൻ ആർ എന്ന് വിചാരിക്കുക. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു കേർവ് ആണ് C1. എയിൽ നിന്നും ബിയിലേക്കുള്ള മറ്റൊരു കേർവ് ആണ് C2. ഇതുപോലെ ഒരുപാട് സ്മൂത്ത് ഓർ പീസ് ബൈ സ്മൂത്ത് കേർവ്സ് റീജിയൻ ആറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആറിന്റെ വാല്യൂ പാത്ത് ഓഫ് ഇന്റഗ്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് C1ഉം C2ഉം സെയിം പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് കേർവ്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആറും ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആറും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ചില കേസുകളിൽ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ നോട്ട് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടാവുന്നതാണ്. ബട്ട് ചില സർട്ടൻ ടൈപ്സ് ഓഫ് വെക്റ്റർ ഫീൽഡ്സ് എഫിനെ ലൈൻ ഇന്റഗ്രൽ പാത്ത് സിയെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. അവ കേർവ്സിന്റെ എൻഡ് പോയിന്റ്സിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കേർവ്സിന്റെ എൻഡ് പോയിന്റ്സ് ആയ പോയിന്റ് എ ഓർഡേഡ് പെർ എഫ് ഓഫ് എ കോമ ജി ഓഫ് എയും പോയിന്റ് ബി ഓർഡേഡ് പെർ എഫ് ഓഫ് ബി കോമ ജി ഓഫ് ബി എയും മാത്രമാണ് ലൈൻ ഇന്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. സോ അത്തരം വെക്റ്റർ ഫീൽഡ്സിന്റെ കേസിൽ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്കുള്ള ഏത് പീസ് ബൈ സ്മൂത്ത് കർവ് സി ചൂസ് ചെയ്താലും ലൈൻ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അത്തരം വെക്റ്റർ ഫീൽഡ്സിനെ പറ്റി ജനറൽ ആയിട്ട് പറയുന്നതിന് മുൻപ് 4 ഡിഫറെന്റ് പാത്തിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽസിനെ സെയിം വാല്യൂ കിട്ടുന്ന വിധത്തിലുള്ള ഒരു ലൈൻ ഇന്റഗ്രലിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ 1,1ലേക്കുള്ള 4 ഡിഫറെന്റ് പാത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ C1 ഒറിജിനിൽ നിന്നും y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന പാരബോളയിലൂടെ ഓർഡേഡ് പെയർ 1,1ലേക്കുള്ള പാത്താണ്. സെക്കൻഡ് വൺ C2 ഒറിജിനിൽ നിന്നും y ഈക്വൽ ടു എക്സ് എന്ന ലൈനിലൂടെ ഓർഡേഡ് പെയർ 1,1ലേക്കുള്ള പാത്താണ്. തേർഡ് ആൻഡ് ഫോർത്ത് വൺസ് സ്മൂത്ത് കർവ്സ് അല്ല, പീസ് വൈസ് സ്മൂത്ത് ആണ്. തേർഡ് കർവ് C3 ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ 0,1ലേക്കുള്ള വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റും ഓർഡേഡ് പെയർ 0,1ൽ നിന്നും ഓർഡേഡ് പെയർ 1,1ലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെന്റും കൂടി ചേരുന്നതാണ്. ഫോർത്ത് വൺ C4 ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ 10ലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെന്റും ഓർഡേഡ് പെയർ 10ൽ നിന്നും ഓർഡേഡ് പെയർ 11ലേക്കുള്ള വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റും കൂടി ചേരുന്നതാണ്. കർവ് സി ഈ 4 കേർവ്സിൽ ഏത് തന്നെയായാലും ഇന്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈക്ക് സെയിം വാല്യൂ ആയിരിക്കുമെന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ആദ്യം കർവ് C1 ചൂസ് ചെയ്യുന്നു. ആ കർവിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ ഡിഫറൻഷ്യൽ dy ഈക്വൽ ടു 2x dx. എക്സിന്റെ വേരിയേഷൻ 0 to 1. സോ ഇന്റഗ്രൽ ഓവർ C1 y dx പ്ലസ് എക്സ് dy ഈക്വൽ ടു integral over 0 to 1 x square dx plus x into 2x dx, which is equal to integral over 0 to 1 3x square dx. With respect to x integrate ചെയ്യുമ്പോൾ 3 into 1/3 into x cube എന്ന് കിട്ടും. That is which is equal to x cube
എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 1 - 0 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ ഓവർ C1 y dx plus x dy ഈക്വൽ ടു 1. ദെൻ C2 കൺസിഡർ ചെയ്യുക. ആ കേർവിൽ y ഈക്വൽ ടു x ആണ്. സോ ഡിഫറൻഷ്യൽ dy ഈക്വൽ ടു 1 dx. എക്സിന്റെ വേരിയേഷൻ 0 to 1. സോ ഇന്റഗ്രൽ ഓവർ C2 y dx plus x dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x dx plus x dx which is equal to integral 0 to 1 2x dx. With respect to x integrate ചെയ്യുമ്പോൾ 2 into 1 by 2 x square എന്ന് കിട്ടും. That is x square. എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ C2 y dx plus x dy ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ തേർഡ് കേർവ് C3 രണ്ട് സ്മൂത്ത് കേർവ്സിന്റെ യൂണിയൻ ആണ്. ആ കേർവിന്റെ ഒറിജിൻ മുതൽ ഓഡേഡ് പെയർ 0-1 വരെയുള്ള പോർഷനെ C3 ഡാഷ് എന്നും ഓഡേഡ് പെയർ 0-1 മുതൽ ഓഡേഡ് പെയർ 1-1 വരെയുള്ള പോർഷനെ C3 ഡബിൾ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യുക. ദെൻ ഇന്റഗ്രൽ ഓവർ C3 y dx plus x dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C3 ഡാഷ് y dx plus x dy പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 ഡബിൾ ഡാഷ് y dx plus x dy. C3 ഡാഷിൽ x കോൺസ്റ്റന്റ് ആണ്. x ഈക്വൽ ടു 0. സോ ഡിഫറൻഷ്യൽ dx ഈക്വൽ ടു 0. y വാരി ചെയ്യുന്നത് 0 to 1. സോ ഇന്റഗ്രൽ ഓവർ C3 ഡാഷ് y dx plus x dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0 to 1 y into 0 plus 0 dy which is equal to 0. C3 ഡബിൾ ഡാഷിൽ y ഒരു കോൺസ്റ്റന്റ് ആണ്. y ഈക്വൽ ടു 1. സോ ഡിഫറൻഷ്യൽ dy 0 ആയിരിക്കും. എക്സിന്റെ വേരിയേഷൻ 0 to 1. സോ ഇന്റഗ്രൽ ഓവർ C3 ഡബിൾ ഡാഷ് y dx plus x dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 1 dx plus x into 0 which is equal to integral 0 to 1 1 dx which is equal to x. എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ദസ് ഇന്റഗ്രൽ ഓവർ C3 y dx plus x dy ഈക്വൽ ടു 0 plus 1 which is equal to 1. ഇതുപോലെ തന്നെ ഇന്റഗ്രൽ ഓവർ C4 y dx plus x dy ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ കേർവ് C ഏത് തന്നെയായാലും ഇന്റഗ്രൽ ഓവർ C y dx plus x dy ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഒറിജിനിൽ നിന്നും ഓർഡേഡ് പെയർ 1-1ലേക്കുള്ള ഏത് പീസ് വൈസ് സ്മൂത്ത് കേർവ് C ചൂസ് ചെയ്താലും ലൈൻ ഇന്റഗ്രൽ ഓവർ C y dx plus x dy യുടെ വാല്യൂ 1 തന്നെയാണ് കിട്ടുക. അതായത് ഇന്റഗ്രൽ ഓവർ C y dx plus x dy യുടെ വാല്യൂ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാത്ത് ഇൻഡിപെൻഡൻസ് ഫോർമുല ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു വെക്റ്റർ ഫീൽഡ് എഫിനെ കൺസർവേറ്റീവ് എന്ന് പറയണമെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിനെ ഏതെങ്കിലും സ്കേലാർ ഫംഗ്ഷൻ ഫൈയുടെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതുവാൻ സാധിക്കണം. ദാറ്റ് ഈസ് എ വെക്റ്റർ ഫംഗ്ഷൻ ക്യാപിറ്റൽ F in 2 or 3 space is said to be conservative if f can be written as the gradient of a scalar function phi. ഈ ഫംഗ്ഷൻ ഫൈനെ എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ യുണീക്ക് അല്ല. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് there exists a function phi such that f equal to del phi. ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡിനെ ഗ്രേഡിയന്റ് വെക്റ്റർ ഫീൽഡ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു yi പ്ലസ് എക്സ് ജെ എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ലൈൻ ഇന്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ C f ഡോട്ട് dr എന്ന് എഴുതാവുന്നതാണ്. വേർ dr ഈക്വൽ ടു dxi പ്ലസ് dyj. ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു x ഇൻറ്റു y എന്ന് ചൂസ് ചെയ്താൽ ഫൈ ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ്.
ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് del phi ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ. അത് വെക്റ്റർ ഫീൽഡ് എഫ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു del phi where phi is a scalar function. So f of xy equal to yi plus xj ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണ്. ആ വെക്റ്റർ ഫീൽഡിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് phi of xy ഈക്വൽ ടു x into y